ഒന്നാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം. ഉത്തരം 1908 ജനുവരി 21. രണ്ടാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിൽ? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. മൂന്നാമത്തെ ചോദ്യം, ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരനിൽ ഒരാൾ. ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. നാലാമത്തെ ചോദ്യം, ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. അഞ്ചാമത്തെ ചോദ്യം, ബഷീറിൻ്റെ അച്ഛൻ്റെ പേര്. ബഷീറിൻ്റെ അച്ഛൻ്റെ പേര്. ഉത്തരം കായ് അബ്ദു റഹ്മാൻ. ആറാമത്തെ ചോദ്യം, ബഷീറിൻ്റെ അമ്മയുടെ പേര്. ബഷീറിൻ്റെ അമ്മയുടെ പേര്. ഉത്തരം കുഞ്ഞാത്തുമ്മ. ഏഴാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോട്ടയം. എട്ടാമത്തെ ചോദ്യം, മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ഒമ്പതാമത്തെ ചോദ്യം, ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം. ഉത്തരം പത്മശ്രീ. പത്താമത്തെ ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി. ഉത്തരം ബഷീർ. 11ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി. ഉത്തരം പ്രേമലേഖനം. 12ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. ഉത്തരം ഫാബി ബഷീർ. 13ാമത്തെ ചോദ്യം, ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര്. ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര്. ഉത്തരം ഫാത്തിമ ബീവി. 14ാമത്തെ ചോദ്യം, 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി. ഉത്തരം ബാലാമണി അമ്മ.